അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. നഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അളീം വസ്വദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന അശ്ശാകിരീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, മലയാളികളോട് ഔത്തുൽ അന്തങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. എല്ലാ വീടുകളിലും കുടുംബങ്ങളിലും മുഹ്യിദ്ദീൻ മാലയും മുഹ്യിദ്ദീൻ ഖാത്തീബും ഖുത്ബിയത്തും മുഹ്യിദ്ദീൻ ഖാത്തീബുമൊക്കെ നൂറ്റാണ്ടുകളായി പതിവായി വരുന്നതാണ്. അത്രമാത്രം മലയാളികൾ ഔത്തുൽ അന്തങ്ങളെ സ്നേഹിക്കുന്നു എന്നാണല്ലോ. ഔത്തുൽ അന്തങ്ങൾ മലയാളികൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിമീങ്ങളും സ്നേഹിക്കുന്നവരാണ്. മഹാനായ ഇമാമുൻ നവവി റഹിമഹുല്ലാഹു തആല തങ്ങൾ ശർഹ് മുസ്ലിമിൽ പറഞ്ഞ് അറിയാമല്ലോ, വത്തഫഖൽ ഉലമാഉ അലാ അന്ന അസ്വഹൽ കുതുബി ബഅദ കിതാബില്ലാഹ് സ്വഹീഹുൽ ബുഖാരി. പരിശുദ്ധമായ ഫുർഖാനുൽ അളീം കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ആധികാരിക ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണെന്നും ആ സ്വഹീഹുൽ ബുഖാരിയുടെ എണ്ണമറ്റ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രബലമായി സർവരാലും അംഗീകരിക്കുന്നതാണല്ലോ ഫതുഹുൽ ബാരി ഹാഫിദ് ബിൻ ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹു തആല. ആ ഹാഫിദ് ബിൻ ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ഔത്തുൽ ആദം തങ്ങളുടെ കാലത്തോ ശേഷമോ ഔത്തുൽ ആദം തങ്ങളെപ്പോലെ അത്രമാത്രം കറാമാത്തുകൾ രേഖപ്പെടുത്തപ്പെട്ട സംഭവം ലോകത്തുണ്ടായിട്ടേയില്ല എന്ന് സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാതാവായ ഹാഫിദ് ബിൻ ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹു തആല തങ്ങൾ പറഞ്ഞെങ്കിൽ ആരാണ് ഔത്തുൽ ആദം തങ്ങൾ? ആ ഔത്തുൽ ആദം തങ്ങളെക്കുറിച്ച് നന്നായി പഠിക്കാൻ, അവരെക്കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു സുവർണാവസരമാണ്. മതപണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികൾക്കും ഒരു റെഫറൻസ് ഗ്രന്ഥമായി ഉപയോഗിക്കാം. പ്രിയപ്പെട്ട സുഹൃത്ത്, മർക്കസ് നോളജ് സിറ്റി ഇന്ന് ലോക പ്രശസ്തമായി കൊണ്ടിരിക്കുകയാണല്ലോ. ആ സ്ഥാപനത്തിൽ പ്രധാനപ്പെട്ട അധ്യാപകരായി, നിരവധി പണ്ഡിതന്മാരുടെ ഉസ്താദായി, അൽഹംദുലില്ലാഹ് 70-ലേറെ ഗ്രന്ഥങ്ങൾ രചിച്ച് 15-ലേറെ കരപ്പെട്ട ഗ്രന്ഥങ്ങൾ പ്രിൻ്റഡായി പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ ബസീർ സഖാഫി പിലാക്കൽ മഹാനവകളുടെ കനപ്പെട്ട രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഔത്തുൽ അന്തങ്ങളെക്കുറിച്ച് 30ഓളം ഗ്രന്ഥങ്ങൾ നന്നായി മുതാല ചെയ്ത് വസ്തുനിഷ്ഠമായി പഠിച്ച് അതിൽ സംക്ഷിപ്തമായി 30 ഹിസ്ബുകളായി അൽ മൗലിദുൽ ഈമാനിയ്യി, മൗലിദുൽ ഔസിൽ ജീലാനിയ്യി എന്ന മഹത്തായ ഗ്രന്ഥം അത് എല്ലാവരും കൈവശപ്പെടുത്തുക. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു മുത്തഅല്ലിമിന്, ഏതെങ്കിലും ആലിമിന് വാങ്ങിക്കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരു വെടിക്ക് പല പക്ഷികൾ എന്ന രൂപത്തിൽ ഔത്തുൽ അന്തങ്ങളുടെ മത് നിങ്ങൾക്ക് ലഭിക്കാൻ, അതോടുകൂടെ തന്നെ വിദ്യാർത്ഥികൾ പഠിച്ച് വളർന്ന് വരാൻ ഔത്തുൽ അന്തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ലോകം പിൻതലമുറകൾക്ക് എത്തിക്കാൻ പല നിലക്ക് കാരണങ്ങളായിരിക്കും. എല്ലാവരും അത് വാങ്ങണം, അത് വായിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. എല്ലാവരും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം. അർഹമുറാഹിമായ അല്ലാഹ് ഈ മഹത്തായ ഗ്രന്ഥത്തിന്, ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് അബ്ദുൽ ബസീർ സഖാഫി പിലാക്കൽ ഉസ്താദ് മഹാനവറുകൾക്ക് ഇത് പ്രസിദ്ധീകരിക്കാൻ ദാറുൻ നശ്വത്തി ത്വയ്ബ ഇതിൻ്റെ മഹാനവർ ശിഷ്യന്മാർ ഗുണകാംക്ഷികൾ എല്ലാവർക്കും നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, എല്ലാവിധ വിജയങ്ങളും നൽകണേ അല്ലാഹ്.
آمين برحمتك يا أرحم الراحمين وصلى الله تسمى على خير خلقي سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.